പാമ്പ് കടിയേറ്റ് മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ DMOമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന കേസുകളിൽ പാമ്പ് കടിക്കുള്ള സാധ്യത കൂടി പരിശോധിക്കണം. ചൂടുകാടി കൂടിയതോടെ പാമ്പുകടി മരണങ്ങളിൽ ആശുപത്രികൾക്ക് പ്രത്യേക ജാഗ്രത വേണം. ആന്റിവനം ലഭ്യത കുറവില്ലെന്നും ആവശ്യത്തിന് ആന്റിവനം സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഈ ചൂടുകാലത്ത് ചൂടിനെ എങ്ങനെ നേരിടണം എന്നതിലൊരു പ്രോട്ടോകോൾ ഇറക്കുകയാനുള്ള മുന്നറിയിപ്പൊക്കെ സ്വീകരിക്കുന്നതിന് ഒപ്പം തന്നെയാണ് ഇപ്പോൾ പാമ്പിനെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ പാമ്പിൽ നിന്ന് എങ്ങനെ കരുതിയിരിക്കണമെന്നതിനെ പറ്റി കൂടി ആരോഗ്യവകുപ്പിന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടി വരുന്നത്. ഇപ്പോൾ DMOമാരുടെ യോഗം എപ്പോഴാണ് ചേരുക? വലിയ ആശങ്കയായി മാറുന്നുണ്ട് ഈ പാമ്പുകൾ. അക്ഷയ, ഈ ചൂട് തന്നെയാണ് ഈ പാമ്പിന്റെ ആ പ്രശ്നത്തിന്റെയും ഒരു കാരണമെന്ന് പറയുന്നത്. വീടുകളിലേക്കടക്കം പാമ്പുകൾ എത്തുകയാണ്. എവിടെയെങ്കിലും കുറച്ച് തണലും തണുപ്പുമുള്ള സ്ഥലം നോക്കി പാമ്പുകൾ പ്രശ്നത്തിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ തുടർച്ചയായുള്ള മരണമുണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. DMOമാരുടെ യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ യോഗത്തിൽ ഇതിനെ ഈ പാമ്പുകടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന രോഗികൾ അവർക്ക് പ്രത്യക്ഷത്തിൽ മറ്റു പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് എത്തുന്നതെങ്കിൽ കൂടി അവർക്ക് ഈ പാമ്പുകടിയുടെ ഒരു സാധ്യത കൂടി പരിശോധിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണോ? ഈ അബോധാവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ പാമ്പുകടിയുടെ ഒരു സാധ്യത കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ ആശുപത്രികളിൽ നിലവിൽ പാമ്പുകടി ഏറ്റ് ചികിത്സയ്ക്കായി എത്തുന്നവർക്കുള്ള ആന്റിവനത്തിൻ്റെ സ്റ്റോക്കിൽ പ്രശ്നങ്ങളില്ല. എല്ലാ ആശുപത്രികളിലും കൃത്യമായി തന്നെ സ്റ്റോക്കുകളുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അതുകൂടി മറികടന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാകും യോഗത്തിലുണ്ടാവുക. അക്ഷയ്, ശരി. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.